ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു സീസണൽ ടൈം ആണല്ലോ ഈ പായസങ്ങളുടെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പായസങ്ങളിലെ സുന്ദരിയായ സേമിയ പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓണത്തിൻ്റെ തന്നെ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം. അപ്പം എങ്ങനെയാണ് സേമിയ പായസം, പെട്ടെന്ന് നമുക്ക് അതൊന്ന് നോക്കി വരാം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് സാഗോ സീഡ് അല്ലെങ്കിൽ ചൗവരി, പല ഭാഷകളിൽ പറയുന്നതാണ് പലര്. അപ്പോൾ ചൗവരിയും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് ചേരുവകളെല്ലാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കതിന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ സമയം കളയാതെ നമുക്കിനി സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അത് ചെറിയ തീയിലിട്ട് വറുത്താൽ മതി, കരിഞ്ഞു പോകാതെ. ഇങ്ങനെ അവിടെയും ഇവിടെ ഒന്ന് ചെറിയ ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോൾ ഞാൻ കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തീ കുറച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ബബിളായിട്ട് വരുമല്ലോ, അത്രയും മതി. അപ്പോഴത്തേന് നമ്മുടെ കാഷ്യൂനട്ടാണെങ്കിലും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തതാണ്. പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ചിടരുതേ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മുന്തിരിങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് ക്യാരമലൈസ്ഡ് സേമിയ പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാരമൽ ചെയ്യാനായിട്ട് ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം കഴിക്കും. അപ്പം പഞ്ചസാര ചെറുതായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് ഉരുകി വരട്ടെ. ആ സമയത്തേക്ക് നമ്മളെ കശുവണ്ടിയൊക്കെ വറുത്തെടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ സേമിയ ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ വറുക്കുക എന്ന് പറഞ്ഞാലും കരിഞ്ഞൊന്നും പോകരുത്, ഒരുപാട് വറുത്തും പോകാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ഇടുന്നത് തന്നെ ഒരു വലിയ പാടാണ്. ഞാൻ കുറച്ച് ഏറെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പാട്. നിങ്ങൾക്ക് ഞാൻ 1 ലിറ്ററിന് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ് ഇട്ട് തരുന്നത്. അപ്പം ഇതും ഒന്ന് ചെറുതായിട്ട് ഈ നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. വറുക്കല്ല, റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതിവിടുത്തെ ചെറുതായിട്ട് ഞാൻ വളരെ ചെറിയ തീയിലിട്ടാണ് ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ പാകമൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമാണ്. ഷുഗർ ഉരുങ്ങി, അതും ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ശകലം കൂടെ ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ. ഫ്ലെയിം കൺട്രോൾ ഭയങ്കര പ്രധാനമാണ് കുക്കിങ്ങിൽ. ഇത് നല്ലതായിട്ട് എല്ലായിടത്തും നല്ലപോലെ നെയ്യ് പിടിച്ചു. അതുപോലെ തന്നെ ഒരു കളറും ഇച്ചിരി കൂടെ ബ്രൗണായി. അത്രയും മതി. ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പോവാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയുടെ കളറ് കണ്ടു. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സേമിയ പായസം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെങ്കിൽ കയ്യിൽ നിന്ന് തെന്നിപ്പോകാനും ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കാൻ പോകാം. ഞാൻ ഈ ക്ലോസപ്പൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കളറൊന്ന് മനസ്സിലാകാനായിട്ടാണ്. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാനേ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോയിനകത്തോട്ട്. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കണ്ടോ ബഹളം കണ്ടോ? സാരമില്ല, അതങ്ങ് ശാന്തമായിക്കോളും. അപ്പോൾ മെയിനായിട്ടുള്ള പരിപാടികൾ, ശ്രദ്ധിക്കേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അല്പം കൂടെ ശ്രദ്ധ കുറച്ച് ചെയ്യാവുന്ന പരിപാടികൾ ബാക്കി അവശേഷിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇനി പായസം വെക്കാനായിട്ടുള്ള ചരുവം വെച്ചു, തീ കത്തിച്ചു. ഇനി അതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാൻ പോവാം. അപ്പം ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. ക്യാരമലൈസ് ചെയ്ത ഷുഗറില്ലേ, അതാ വെള്ളം അങ്ങ് ഒഴിക്കുക. പാലിനൊരു ചെറിയ കളർ മാറ്റം വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിക്കുന്നത്. നമ്മൾ ക്യാരമൽ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തു. അല്ലെങ്കിലും നമ്മൾ ഒഴിക്കുന്ന പാലിൻ്റെ കണക്കിന്, പാല് തന്നെയല്ല, അതിൻ്റെ ഒരു കണക്കിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ ആ കണക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, അതിൻ്റെ ലിസ്റ്റിലിട്ടേക്കാം. ഈ പാലിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടേ, ആവി വരുന്ന കാണാമല്ലോ അല്ലേ. ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ചൗവരി, ഈ ചൗവരി ഉണ്ടല്ലോ, കഴുകി ഒത്തിരി നേരം വെള്ളത്തിലിട്ടേക്കരുത്, അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ കുതിർത്ത് വെക്കരുത്. കാരണം ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. ചിലപ്പോൾ ഞാൻ ഈ ചൗവരി ആദ്യം ഇടുകയാണ്. കാരണം ചൗവരിക്കാണ് മറ്റേ ആ വേമസിലേക്കാട്ടിലും വേവ് കൂടുതൽ. ഇപ്പം നന്നായിട്ട് ഇളക്കാം. നമ്മുടെ സാഗോ സീഡ് അല്ലെങ്കിൽ ചൗവരി കണ്ടോ, പകുതി വെന്തു. ഇനി നമുക്കിതിനകത്തേക്ക് മധുരം ഒഴിക്കാം. ആദ്യമേ അങ്ങ് എല്ലാം ഒഴിക്കല്ലേ. ചിലർക്ക് മധുരം കുറച്ചല്ലേ ഇഷ്ടം, ചിലർക്ക് കൂടുതലും. അപ്പോൾ അത് കണക്കാക്കിയേ ഒഴിക്കാവൂ. നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ്ടേ
ഏകദേശം ചൗവരി നന്നായിട്ട് വെന്തെന്ന് പറഞ്ഞാൽ മുക്കാലും വെന്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ സേമിയ ഇടാൻ പോവാണ്. ഇടുന്ന ഇളക്കി ചേർത്തതിന് ശേഷം, അപ്പോൾ നെയ്ക്കകത്ത് നമ്മൾ വറുത്തതായതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി അങ്ങനെ ബാച്ചായിട്ട് ഇതെല്ലാം ഇട്ടു. നിങ്ങൾക്ക് ഈ പാചകമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ പറയണം. കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാം. അപ്പം വീഡിയോ എല്ലാവരും കണ്ട് സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇത് വെന്ത് പൊങ്ങി വരാൻ തുടങ്ങി. ഇപ്പം കണ്ടോ, നമ്മുടെ പായസം റെഡിയാണ്. റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർണിഷിങ് കൂടെ ചെയ്താൽ മതി. ഞാൻ ഈ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഏലക്കാപ്പൊടി ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വെച്ചിരുന്ന ഇച്ചിരി പാലിനകത്ത് ഒഴിച്ച് ചേർക്കുവാണ്, കട്ട പിടിക്കാതിരിക്കാനായിട്ട്. ഏലക്കായാണ് ചേർത്തത്. അടിപൊളിയാണ്. അത് ഒരു ഓഫ് വൈറ്റ് കളർ വരും നമ്മൾ കാരമൽ വെച്ച് ചെയ്താൽ. കാരമൽ കണ്ടമാനം കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കളറ് ഭയങ്കരമായിട്ട് കൂടും, പക്ഷേങ്കിൽ പായസം കഴിക്കും. ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന ഇതിട്ട് കഴിഞ്ഞാൽ സംഗതി ക്ലിയർ. പറങ്ങാണ്ടിയൊക്കെ അങ്ങ് താഴോട്ട് പോയി കേട്ടോ. നമുക്ക് ഒരല്പം വാനില എസൻസ് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇച്ചിരി ഏലക്ക മാത്രമായാലും മതി, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. എളുപ്പമല്ലേ, പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണിത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.